ഇരുചക്ര വാഹന യാത്രികരെ മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തിയ കാർ ഡ്രൈവർ പിടിയിൽ. ബംഗളൂരു സദാശിവ നഗറിലാണ് ഈ സംഭവം. ബൈക്കിലുണ്ടായിരുന്ന ദമ്പതിമാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനഃപൂർവ്വമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കാർ ഓടിച്ചിരുന്ന ആൾ പിടിയിലായോ? കാർ ഓടിച്ചിരുന്നയാൾ കൊടികേഹള്ളി, ബംഗളൂരു നഗരത്തിലെ കൊടികേഹള്ളിയിലുള്ള സുഹൃത് കേശവ് ഗൗഡ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എന്ന് തിരിച്ചറിയുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ ആര്യ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മനഃപൂർവ്വം എന്നോണം തന്നെയാണ് ഇടിച്ചു കയറ്റുന്നത്. ബംഗളൂരുവിലെ ബെൽ റോഡിൽ നിന്ന് കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ വാഹനം ബൈക്ക് റോഡിൻ്റെ വലതുവശം ചേർന്നാണ് പോകുന്നത്, ഡിവൈഡറിനോട് ചേർന്ന്. ഇരുവരും തമ്മിൽ, അതായത് ഈ ബൈക്ക് ഓടിച്ചിരുന്നയാളും ഈ സുഹൃത്തും തമ്മിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായി. അതായത് റോഡിൽ സൈഡ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് തർക്കമുണ്ടായി. ഈ തർക്കത്തിനൊടുവിലാണ് ഇയാൾ ആ വൈരാഗ്യത്തിൽ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഈ വാഹനം ഇവർക്ക് മേലേക്ക് ഇടിച്ചു കയറ്റുന്നത്. തുടർന്ന് ഡിവൈഡറിനോട് ചേർക്കുന്ന രീതിയിൽ ഇവരെ ഇടിച്ച് വീഴ്ത്തിയ ശേഷം ഇയാൾ കാർ നിർത്താതെ പോവുകയും ചെയ്തു. സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് നിരവധി CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ കാർ ഏതാണെന്നും കാറിന്റെ ഉടമ ആരാണെന്നൊക്കെ കണ്ടെത്തി. തുടർന്നാണ് ഈ സുഹൃത് ഗൗഡയെ പോലീസ് പിടികൂടുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ റോഡിലെ തർക്കങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്കും കൊലപാതക ശ്രമങ്ങളിലേക്കും പോകുന്നത് ബംഗളൂരുവിന്റെ നിരത്തുകളിൽ പതിവ് കാഴ്ചയായി മാറുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. പലപ്പോഴും ഈ ഒരു ചെറിയ തർക്കങ്ങൾ കൊലപാതകത്തിലേക്ക് പോകുന്ന വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം തന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആ പ്രതി പിടിയിലായിട്ടുണ്ട്. ഒരു കുഞ്ഞും ഭാര്യയും ഭർത്താവും ഉൾപ്പെടെയുള്ള 3 അംഗ കുടുംബമാണ് ആ ബൈക്കിലുണ്ടായിരുന്നത്. ഇവരെ ഏതായാലും ആശുപത്രിയിൽ അപകടനില തരണം ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പോലീസ് ഇവരുടെ മൊഴിയൊക്കെ എടുത്ത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കി ഈ പ്രതിയെ പിടികൂടുന്നത്. ശരി ശ്രീധരൻ.